ഓ അത് ഇച്ചിരി കടുകട്ടിയായി പോയല്ലോ. മിഷൻ ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നേരിടുന്നത്. ഞാനും അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന്. എന്നിൽ ആ ഒരു കഴിവുണ്ടെന്ന് ഞാനിപ്പോഴും അറിയുന്നത്. ഉറങ്ങിക്കിടക്കുമായിരുന്നു. പിന്നെ എന്തായാലും ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചും കൂടെ ആക്റ്റീവ് ആണ്, എല്ലാ കാര്യത്തിലും കുറച്ചുകൂടെ ഓപ്പൺ ആണ്. സാധാരണ പെൺകുട്ടികളുടെ സൗണ്ട് എന്നൊക്കെ പറയുന്നത് നല്ല സ്വീറ്റ് സൗണ്ട് ആയിരിക്കുമല്ലോ. അപ്പൊ ഞാൻ മാത്രം ഒബ്സർവ് ചെയ്യുമ്പോൾ എന്റെ മാത്രം സൗണ്ട് ഉള്ളൂ ഒരു തരത്തിലും, അതായത് രണ്ട് ഗണത്തിലും പെടൂല. ബോയ്സിന്റെ ഗണത്തിലും പെടൂല, ഗേൾസിന്റെ ഗണത്തിലും പെടാത്ത കൊണ്ട്. ഓൺ ഹാൻഡ് എംബ്രോയിഡറി എന്ന് പറയുന്ന ഈ ഒരു ഫോം അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഇപ്പോ 1 year. 1 year. ഈ 1 yearനുള്ളിൽ ഈ 2026 ഒരു അവാർഡ് വിൻ ചെയ്ത് ബിസിനസിന്റെ എന്തോ ഒരു അവാർഡ് പോലെ മനോരമയില് ഒരു പെൺതാരത്തിന്റെ ഒരു പ്രൈസ് കിട്ടിയായിരുന്നു. മനോരമയിൽ കിട്ടിയായിരുന്നല്ലേ പെൺതാരം? ഓക്കെ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അത്ഭുതമാണ്. എന്റെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നൊക്കെ അത്ഭുതമാണ്. ജോലിക്ക് വേണ്ടി ശ്രമിച്ചിരുന്ന ഞാനാണ് ഇപ്പൊ ബിസിനസ് ചെയ്യുന്നതും അവാർഡുകൾ മേടിക്കുന്നതും. അടിപൊളിയല്ലേ? അതെ. അപ്പോ ദൈവാനുഗ്രഹം കൊണ്ടാണ് ഇവിടം വരെയൊക്കെ എത്താൻ പറ്റിയത്. അപ്പൊ അതുപോലെ ഒരുപാട് അവാർഡുകളും ഒരുപാട് സ്റ്റേജുകളിൽ ഇതുപോലെ നല്ലൊരു സ്ഥാനത്ത് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് സ്റ്റേജുകളിൽ ഈ പറയുന്ന പോലെ അവാർഡ്സും കാര്യങ്ങളും ഒക്കെ വിൻ ചെയ്യുന്ന ആ ഒരു മൊമെന്റില് എന്താണ് ഒരു മനസ്സിലുള്ള ഒരു തോന്നല്? അതായത് ഞാനൊരു ബിസിനസ് വുമൺ ആയോ, എനിക്ക് തന്നെ സംശയം, അല്ലെങ്കിൽ എനിക്ക് ഐ ഗോട്ട് ദിസ് ബിക്കോസ് ഓഫ് മൈ എബിലിറ്റി എന്നുള്ള ഒരു തോന്നലാണോ? എന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ആ ഒരു ഇടുക്കിയിലെ ഒരു ഗ്രാമത്തിൽ നിന്നും ഇത്രയും കഷ്ടപ്പെട്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും അറിയിക്കാതെ എന്നെ വളർത്തിയെടുത്ത ആ ഒരു പേരൻസിനെ എനിക്ക് പ്രൗഡാക്കാൻ പറ്റി. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം. അവര് ആ ഒരു ചെറിയൊരു ആ ഒരു സ്ഥലത്തുനിന്ന് എന്നെ ഇവിടം വരെ അവർക്ക് ആക്കിയെടുക്കാൻ പറ്റിയല്ലോ. എന്നെ ആ ഒരു നിലയിലേക്ക് അവർക്ക് എത്തിക്കാൻ പാകത്തിന് പറ്റിയല്ലോ. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഏറ്റവും വലിയ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത്. ഒരു ബിസിനസ് വുമൺ എന്നതിനേക്കാളും അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു വ്യക്തി എന്നതിനേക്കാളും അല്ലെങ്കിൽ ഇങ്ങനെ കുറെ അവാർഡുകളൊക്കെ കിട്ടുന്നു എന്നതിനേക്കാളും എന്നെ കെയർ ചെയ്തിരുന്നവർക്ക് എനിക്ക് അവരെ പ്രൗഡാക്കാൻ പറ്റി. അതാണ് ഒരു പോയിന്റ്, ഏറ്റവും വലിയ പോയിന്റ് അതല്ലേ? അതെ, തീർച്ചയായിട്ടും അതെ. അവരാണല്ലോ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ പില്ലേഴ്സ്. അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലേ? അതെ അതെ. അപ്പം ഈ പറയുന്ന കണക്ക് സോഷ്യൽ മീഡിയയിൽ ഓൺ ഹാൻഡ് എംബ്രോയിഡറി അതുവഴിയാണോ കൂടുതലും ബിസിനസ്സുകൾ, കൂടുതലും നമ്മളുടെ റീലും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടാണ് എൻക്വയറീസ്? പിന്നെ നമുക്കിപ്പോ ഒരു വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റ് ആക്റ്റീവായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അധികം ഇപ്പൊ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് ചേച്ചിമാരുണ്ട്. സ്റ്റിൽ ഹാൻഡ് വർക്കിന് വേണ്ടി ഞാൻ മാത്രമേ ഉള്ളൂ. ആണല്ലേ? ഹാൻഡ് വർക്കിന് അഞ്ചന മാത്രമേ ഉള്ളൂ? ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ടൈമിന്റെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. പക്ഷെ ഉഷയുടെ ഒരു കൊളാബറേഷൻ അതെങ്ങനെ സംഭവിച്ചത്? അത് നമ്മുടെ പേജ് ഞാൻ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഹസ്ബൻഡിന്റെ അമ്മയുടെ തയ്യൽ മെഷീനിലായിരുന്നു ഞാൻ തയ്ച്ചു തുടങ്ങിയത്. അപ്പോൾ അതിലായിരുന്നു ആദ്യത്തെ വീഡിയോകളിലൊക്കെ ആ മെഷീനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഉഷ നമ്മളെ കോണ്ടാക്ട് ചെയ്തത്. ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തു. നമുക്കൊരു മെഷീൻ തന്നു. ആദ്യം ഒരു തയ്യൽ മെഷീൻ തന്നു. അത് പിന്നെ അതിലായിരുന്നു. അങ്ങനെ കുറച്ചധികം തയ്ച്ച് കുറച്ചധികം ആയപ്പോൾ നമുക്ക് ഓൾറെഡി ഇനിയിപ്പോൾ ഒരു എംബ്രോയിഡറി ഞാൻ ഒറ്റയ്ക്കാണല്ലോ, അപ്പോൾ നമുക്കൊരു സപ്പോർട്ട് എന്തായാലും വേണം. അങ്ങനെ പിന്നെ നമ്മൾ ഒരു എംബ്രോയിഡറി മെഷീനും കൂടെ നമ്മൾ എടുത്തു. നമ്മളൊരു മുത്തൂറ്റിൻ്റെ CSR ഫണ്ടിൻ്റെ ഹെൽപ്പും കൂടെ ആയിട്ട് നമ്മളൊരു എംബ്രോയിഡറി മെഷീനും കൂടെ എടുത്തു. അപ്പോൾ എംബ്രോയിഡറിക്ക് ഇപ്പൊ എനിക്കൊരു മെഷീനും കൂടെ ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ. ആണല്ലേ? ഞാൻ കണ്ടിരുന്നു, മറ്റേ ഇങ്ങനെ ടച്ച് ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്ന കണ്ടു. ഈ ഇൻസ്റ്റയില് ഞാൻ കൂടുതലും ഒരു മോട്ടിവേഷണൽ സ്പീക്കറും കൂടെ ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇൻസ്റ്റയില് നമ്മളിപ്പോ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കണ്ണ് തുറക്കുമ്പോൾ തന്നെ ഫോൺ എടുക്കുന്ന ഒരുപാട് ആൾക്കാർ, നമ്മുടെ ഒരു പെർസെന്റേജ് ഓഫ് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവര് കാണുന്നത് പലപ്പോഴും പല കൈൻഡ് ഓഫ് പേഴ്സൺസിന്റെ മോട്ടിവേഷൻ ആയിരിക്കും. ഓരോ ദിവസവും കാണുന്ന ഒരു മിനിമം 10 റീലെങ്കിലും മോട്ടിവേഷണൽ സ്പീക്കേഴ്സിന്റെ കാണാറുണ്ട്. ഇതില് കൺഫ്യൂസ്ഡ് ആണ് പലപ്പോഴും ആൾക്കാർ. ഞാൻ ഏത് വഴിക്ക് പോകണം? കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഓരോരോ പ്രശ്നങ്ങളിൽ കുടുങ്ങി കിടക്കുന്നവര്. അപ്പം
ഒന്ന് മോട്ടിവേറ്റ് ആവാനായിരിക്കാം ഇത് നോക്കുന്നത്. അതെ. ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? ആക്ച്വലി ചിലപ്പോൾ റിയാലിറ്റി അതായിരിക്കുമല്ല മോട്ടിവേഷൻ അവർ പറയുന്നുണ്ട്, സ്റ്റിൽ റിയാലിറ്റി അതുമായിട്ട് കണക്ട് ആവണമെന്നില്ല. നമ്മുടെ ലൈഫാണ്, നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുക. കമ്പയർ ചെയ്യാൻ വേണ്ടി എന്ത് ഫാക്ടറാണ് നമ്മളും അവരുമായിട്ടുള്ളത്? എല്ലാവരുടെ ലൈഫ് വ്യത്യസ്തമാണ്, എല്ലാവരും വന്നിരിക്കുന്ന സാഹചര്യം അനുഭവിക്കുന്ന, എല്ലാവരുടെയും മെൻ്റൽ ആ ഒരു പവർ വ്യത്യാസമുണ്ട്, എല്ലാവർക്കും കിട്ടുന്ന കഴിവുകൾ വ്യത്യാസമുണ്ട്, എല്ലാം വ്യത്യസ്തമാണല്ലോ. അപ്പം നമുക്ക് കമ്പയർ ചെയ്യാനുള്ള ആ ഒരു എന്തെങ്കിലും ഫാക്ടർ ഉണ്ടോ അവർ നമ്മളുമായിട്ട്? ഒരു ഫാക്ടർ പോലും ഇല്ല. നമ്മളും അവർ മനുഷ്യരാണെന്നുള്ളത് ഒഴിച്ചാൽ നമ്മൾ അവരോട് കമ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫാക്ടേഴ്സും ഇല്ല. അപ്പൊ പിന്നെ കമ്പയർ ചെയ്യേണ്ട ആവശ്യം എന്താണുള്ളത്? പിന്നല്ല, അത്രേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കമ്പാരിസൺ ചെയ്യാതിരിക്കുക അല്ലേ? ഇപ്പൊ ഒരു റീല് കണ്ടു കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ആ റീലുമായിട്ട് കമ്പാരിസൺ ചെയ്യാതിരുന്ന തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ല, ഇപ്പൊ ചിലരൊക്കെ ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും അവർ ട്രിപ്പ് പോകണം, അടിച്ചു പൊളിക്കണം. പക്ഷെ നമ്മൾ അത് മാത്രം നമ്മൾ കാണുന്നുള്ളൂ. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവർ അതിന് മുന്നേ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം അവർ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു, അല്ലെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഒന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ കാണുന്ന അവരുടെ ഏറ്റവും നല്ല സ്റ്റോറികൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. എല്ലാവർക്കും അങ്ങനെയാണ്, ഒരു നല്ല ഭാഗം ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് മുന്നത്തെ ഒരു സ്ട്രഗിൾ എല്ലാം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ആ നല്ല ഭാഗം മാത്രമല്ല എല്ലാവരും പുറത്ത് കാണിക്കുന്നുള്ളൂ. കറക്റ്റ്. അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് നമ്മളങ്ങ് കമ്പയർ ചെയ്യും. പക്ഷെ അങ്ങനെയല്ലല്ലോ, എല്ലാവർക്കും ഉണ്ട് അതിന് മുന്നത്തെ കുറച്ച് മോശം ഭാഗങ്ങൾ ഉണ്ടാകും, പക്ഷെ അതാരും കാണിക്കൂല. നമ്മൾ പക്ഷെ ആ നല്ല ഭാഗം മാത്രം കണ്ടിട്ട് നമ്മൾ വിചാരിക്കും ഇങ്ങനെയാണ് എപ്പോഴും, അവരെപ്പോഴും അങ്ങനെയാണ് നമ്മൾ വിചാരിക്കും. ചിലപ്പോൾ അങ്ങനെയുള്ളവരുണ്ടാവും കേട്ടോ. തീർച്ചയായിട്ടും അത് ഉണ്ടാവാതിരിക്കാൻ ചാൻസ് ഇല്ലല്ലോ. അതെ, അങ്ങനെയുള്ളവരുണ്ടോ. പക്ഷെ നമ്മളത് വെച്ച് നമ്മളെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, അത്രേ ഉള്ളൂ. സിംപ്ലി ഗോയിങ്. വാട്ട് ഈസ് യുവർ മിഷൻ ആൻഡ് വിഷൻ? അത് ഇച്ചിരി കടുകട്ടിയായി പോയല്ലോ. മിഷൻ ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നേരിടുന്നത്. സത്യം ഞാൻ അങ്ങനെ ഇതുവരെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഞാൻ എനിക്കൊരു മിഷനും ഇല്ല, ഇങ്ങനെ ജീവിച്ചു പോണു. വിഷൻ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ഒരു വിഷൻ ആഗ്രഹങ്ങളുണ്ട്. പറഞ്ഞ കുറെ ഡ്രീം ഉണ്ട്, നേടിയെടുക്കണം എന്ന് ആഗ്രഹമുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഓഫ് കോഴ്സ് നമ്മുടെ ഈ ഒരു വൺ ഹാൻഡ് എംബ്രോയിഡറി എന്നുള്ളത് ഒരു ബ്രാൻഡാക്കി എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നില്ല, എന്നെ പോലെയുള്ള കുറച്ച് പേരെ ഞാൻ വഴി, അല്ലെങ്കിൽ നമ്മുടെ ഒരു വൺ ഹാൻഡ് എംബ്രോയിഡറി വഴി കുറച്ച് പേരെ എനിക്ക് സപ്പോർട്ട് ചെയ്യണം, അവർക്കൊരു പ്രതീക്ഷയാവണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അത് എപ്പോഴത്തേക്ക് നിറവേറ്റാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സ്റ്റിൽ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം കിടക്കുന്നുണ്ട്. നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ക്വസ്റ്റ്യനുള്ള കൃത്യം മറുപടിയല്ലേ പറഞ്ഞത്. അതായത് മിഷൻ ഇങ്ങനെയുള്ള എന്നെ പോലുള്ള കുട്ടികൾക്ക് സപ്പോർട്ടീവായിരിക്കുക, മിഷൻ ഒരു ബ്രാൻഡാക്കുക. ഓക്കെ, താങ്ക് യു. ഇനിയിപ്പോ എനിക്ക് അങ്ങനെ തന്നെ ഉത്തരം പറയാനുള്ള സിമ്പിളായിട്ട് അത് ഇപ്പൊ അഞ്ജന പറയാതെ അറിയാതെ പറഞ്ഞതാണ്. അതൊരു വിഷനും ആയി മാറി. ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ അതെ അതെ, എനിക്ക് മനസ്സിലായത്. ചോദിച്ചപ്പോ ഇച്ചിരി പെട്ടെന്ന് കൺഫ്യൂസിങ് ആയി. ഒരു എയിം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഈ മിഷൻ ആണെങ്കിലും വിഷൻ ആണെങ്കിലും എയിം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഓക്കെ, വാട്ട് ഈസ് യുവർ എയിം ആക്ച്വലി? വീണ്ടും 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 എന്നെ ട്രാപ്പാക്കിയല്ലേ. ഒരു നല്ല വ്യക്തി ആയിരിക്കുക. ഞാൻ പറഞ്ഞാലേ നമ്മളിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുക. പോരെ? സിമ്പിൾ ഡെഫിനിഷൻ വന്നുള്ള ഒരു പ്രശ്നം, ഞാൻ കോംപ്ലിക്കേറ്റഡ് ആയി പോകും. കോംപ്ലിക്കേറ്റഡ് ആക്കണോ? അല്ലല്ല, ഒന്നുമില്ല. ജസ്റ്റ് അതൊരു നല്ലൊരു കാര്യമാണ്. ടാഗ് ലൈൻ ആയിട്ട് കീപ്പപ്പ് ചെയ്താൽ നല്ലതായിരിക്കും. ഇപ്പൊ അങ്ങനെ വന്നതാണ്, അങ്ങനെയാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഈ ബിസിനസ് മീറ്റും കാര്യങ്ങളിലും ഒക്കെ പോവാറുണ്ടല്ലോ. അപ്പം ഈ പോകുന്ന സമയത്ത് ഒരു ബ്രാൻഡിങ്ങിലേക്ക് പോവുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് വെരി ഹെവി ആക്ച്വലി. ആ ഒരു ടാസ്ക് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. അപ്പം അതിന് ഒരു പ്ലാനോ അല്ലെങ്കിൽ അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണോ അങ്ങനെ എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ട്? ശരിക്കും ഇങ്ങനെ ആകുമെന്നുള്ള ഒരു പ്ലാനോട് കൂടി ആയിരുന്നില്ല ഈ വൺ ഹാൻഡ് എംബ്രോയിഡറി എന്ന് പറയുന്ന ഒരു ഫേം സ്റ്റാർട്ട് ചെയ്തത്. ഒരു തരത്തിലുള്ള പ്ലാനോട് കൂടിയല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു, എനിക്ക് ജോലി കിട്ടാനുള്ള തടസ്സമാണ് എന്നെ ഈ വഴിയിലേക്ക് എന്നെ തിരിച്ച് വിട്ടത്. അപ്പോൾ ഓൾറെഡി പ്ലാൻ ഇല്ലാതെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇവിടം വരെ എത്തി നിൽക്കുന്നുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടം വരെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ട്.
അപ്പോൾ ഒത്തിരി പേര് ഇപ്പോൾ ഓൾറെഡി ബിസിനസ്സിൽ നല്ല നില നിൽക്കുന്ന ഒരുപാട് പേരുമായിട്ട് ഇപ്പൊ നമുക്ക് കണക്ഷൻ ഉണ്ട്, പരിചയമുണ്ട്. അവരോട് ചോദിച്ചാൽ പോരെ? തീർച്ചയായിട്ടും. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് അവർ ഉറപ്പായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമ്മൾ ചോദിക്കുക, നമ്മൾ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യാൻ ഓൾറെഡി വരുന്നുണ്ട്, ഇതുപോലെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒത്തിരി പേര് വരുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ, പേജ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒത്തിരി പേരിലേക്ക് നമ്മൾ എത്തിയപ്പോൾ പലതരത്തിലുള്ള ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് ഓൾറെഡി. ഇപ്പോൾ ഉഷയുടെ മെഷീൻ കിട്ടിയത് തന്നെ എനിക്ക് അങ്ങനെയാണ്, തയ്യൽ മെഷീൻ കിട്ടിയത് തന്നെ എനിക്ക് അങ്ങനെ കിട്ടിയതാണ്. ഒന്നുമില്ല, വെറും സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഇവിടം വരെ എത്തി നിൽക്കുന്നത് ഇതുപോലെ പലരുടെ സപ്പോർട്ട് കൊണ്ടാണ്. അങ്ങനെ പലരുടെ സപ്പോർട്ട് കൊണ്ട് തന്നെ എത്താൻ പറ്റും. അങ്ങനെയാണല്ലോ ഒത്തിരി പേര്. ഇപ്പോൾ എൻ്റെ ഏറ്റവും ബേസിക് ആയുള്ള എൻ്റെ ഒരു റോൾ മോഡൽ എന്ന് പറയാം കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി സാർ. കണ്ടിരുന്നു ഒരു പോസ്റ്റ്. അതായത് എനിക്ക് ഒരു നാൾ നേരിട്ട് കാണാൻ പറ്റി. എൻ്റെ ഒരു ഷർട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റി, എംബ്രോയിഡറി ചെയ്ത്. അതൊക്കെ ഡിസൈൻ ചെയ്താണോ അതോ? ഷർട്ടില് ഞാൻ എംബ്രോയിഡറി ചെയ്ത് കൊടുത്തു. അങ്ങനെ 10-20ഓളം ജോബിൽ ഒരു റിജക്ഷൻ കിട്ടി എന്നൊക്കെ പറഞ്ഞു. ആ ഒരു സമയത്ത് ഏതെങ്കിലും ജോബ് കിട്ടിയിരുന്നോ ഈ ഓൺ ഹാൻഡ് എംബ്രോയിഡറിയുടെ മുന്നേ? ജോബ് കിട്ടിയിരുന്നു. അത് കിട്ടിയിരുന്നു എന്ന് പറയാൻ പറ്റില്ല. പരിചയമുള്ളൊരു ആന്റി വഴി സംസാരിച്ച് ഒരു പ്രൈവറ്റ് ഫേമിൽ എനിക്ക് കയറാൻ പറ്റിയായിരുന്നു. എത്രത്തോളം വർക്ക് ചെയ്തു അവിടെ? ഞാൻ 1 year വർക്ക് ചെയ്തു. ഞാൻ പഠിച്ചതുമായിട്ട് ബേസ് ചെയ്ത് ആയിട്ടുള്ളൊരു കാര്യമേ അല്ലായിരുന്നു അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെ സ്റ്റാഫുകളും അവിടുത്തെ സാറുമാരുമായിട്ടൊന്നും എനിക്ക് വേറെ ഒരു പ്രശ്നം, അവരാരും എന്നെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. സ്റ്റിൽ ഒരു പ്രൈവറ്റ് ഫേം ആകുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള ഒരു റിസൾട്ട് നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ അതിലേക്ക് ഞാൻ എത്താൻ വേണ്ടി ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി എനിക്കിത് പറ്റിയ പരിപാടിയല്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ 1 year ഒരു വിധത്തിൽ കംപ്ലീറ്റ് ചെയ്തു ഇറങ്ങി. ഞാൻ തനി വഴി അതിപ്പോ പറയാം. പിന്നെ ഈ സ്റ്റേജിൽ തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇങ്ങനെ കണ്ട് വരുന്ന സമയത്ത് ഞാനൊരു ഷോർട്ട് സീരീസോ ഷോർട്ട് മൂവിയോ അങ്ങനെയൊക്കെ പറയാം, തൂവാല എന്താ സംഭവം? അതായത് ഒരു നടിയും കൂടിയാണല്ലേ? ഞാനും അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന്. എന്നിൽ ആ ഒരു കഴിവുണ്ടെന്ന് ഞാനിപ്പോഴും അറിയുന്നു. ഉറങ്ങിക്കിടക്കുമായിരുന്നു. അത് ആക്ച്വലി ഒരു അഡ്വർടൈസ്മെന്റ് ആയിരുന്നു. ഉഷയുടെ ഒരു അഡ്വർടൈസ്മെന്റ് ആയിരുന്നു. ഉഷ പൊന്മുട്ട നമ്മളും കൂടെ കൂടിയിട്ട്. അതില് അവര് ഷൂട്ട് ചെയ്ത പോലെ ഒരു സ്റ്റോറി ആയിട്ടാണ്. അപ്പോൾ ഏകദേശം എൻ്റെ ലൈഫോട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റോറി ആക്കി. അപ്പോൾ അതാവുമ്പോ എനിക്ക് കുറച്ചും കൂടെ അഭിനയിക്കാൻ കുറച്ചും കൂടെ ഒരു റിയലിസ്റ്റിക് ആവും. അതെ ഞാൻ ജീവിച്ചു. ഞാനത് ചോദിച്ചത് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയോണ്ടാ. അപ്പൊ ഈ പറയുന്ന പോലെ ഞാൻ അടുത്ത ചോദ്യം ഒബ്വിയസ്ലി നെക്സ്റ്റ് ചോദ്യം എന്തായിരിക്കും എന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ സിനിമയിൽ അവസരം പറ്റുകയാണെങ്കിൽ ഇനി ചെയ്യോ സിനിമയ്ക്ക്? നമുക്ക് പറ്റിയൊരു ക്യാരക്ടറാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാനെല്ലാം ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, എല്ലാ കാര്യങ്ങളും. അറിയില്ല അങ്ങോട്ട് ഇനി അഭിനയം നിർത്തണ്ടൊന്നുമില്ല. ഈ തൂവാലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. കരാട്ടെ ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ചിലപ്പോ സിനിമയ്ക്ക് അത് ആവശ്യം വരും. സ്വിമ്മിങ് ഉണ്ടല്ലോ, അതും ആവശ്യമാണ്. അത് സ്വിമ്മിങ് ഇതുപോലെ ഒരു വുമൻസ് ഡേക്ക് ഒരു അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഷൂട്ടിങ് വന്നായിരുന്നു. ഫ്ലവേഴ്സ് 24 അവരുടെ ആ ഒരു ഇതില്. അപ്പൊ അതിൽ ഇതുപോലെ സ്വിമ്മിങ് ഒക്കെ അതിനു വേണ്ടി സ്വിം ചെയ്ത് കാണിച്ചായിരുന്നു. പിന്നെ ഷാലോമിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി ഷാലോമിന്റെ ഷൂട്ടിങ്ങിൽ എന്തായിരുന്നു പ്രത്യേകത? അത് എന്തിനു വേണ്ടിട്ടായിരുന്നു എടുത്തത്? അത് ഒരു സുവർണജാലകം എന്നായിരുന്നു. അത് പുതുതായിട്ട് തുടങ്ങിയൊരു പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു കംപ്ലീറ്റ് സ്റ്റോറി അവർ അതിലും പറഞ്ഞു. കംപ്ലീറ്റ് അതില് ഡ്രൈവ് ചെയ്ത് കാണിച്ചു. അപ്പോൾ എനിക്ക് ആക്ച്വലി ലൈസൻസ് ഇല്ല. എനിക്ക് ഗിയർ ഇല്ലാത്ത വണ്ടി വേണമെങ്കിൽ എനിക്ക് ഓടിക്കാം, പക്ഷെ ഗിയർ ഉള്ള വണ്ടി എനിക്ക് ഓടിക്കാൻ പാടില്ല, അത് ഇല്ലീഗലാണ്. അപ്പോൾ എന്നാലും സ്റ്റിൽ ആ ഒരു സമയത്ത് നമ്മള് ഷോയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ഗ്രൗണ്ടിൽ മാത്രം ഒന്ന് ഓടിച്ച് കാണിച്ചായിരുന്നു. ഇപ്പം കരാട്ടെ ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ, പഠിച്ചിട്ട് വന്നിട്ട് പ്രാക്ടീസ് എങ്ങനെയാ ഹസ്ബൻഡായിട്ടാണോ അല്ലെ ജെഹില് ബേസിലൊക്കെ ചെന്ന് വീട് നടക്കണോ? അങ്ങനെയില്ല,
അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഗുരുവിനെ തന്നെ നമ്മള് ഗുരുവാണോ? ഗുരു അല്ല, എന്നെ പഠിപ്പിക്കാൻ വിട്ട ആളാണല്ലോ. ഓ അങ്ങനെ അപ്പൊ അദ്ദേഹം മോട്ടിവേറ്റ് ചെയ്ത് തന്നെയാണല്ലോ. അതെ, ആശാനം നെഞ്ചത്തിന് നമ്മൾ കേറാൻ പാടില്ലല്ലോ. കാണിച്ചൊക്കെ കൊടുക്കാറുണ്ട് ഇടയ്ക്ക്. ഓക്കെ, അങ്ങനൊന്നും ചെയ്യാറില്ല. വേണമല്ലോ, നമുക്ക് ബാക്കിയും കൂടെ വേണമല്ലോ. തീർച്ചയായിട്ടും വേണം. ഈ മോട്ടിവേഷൻ, അതായത് കുട്ടികൾക്ക് സ്പീച്ചിന് വേണ്ടിയിട്ട് പോകാറുണ്ടല്ലോ, ഏത് ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികളാണ് വരാറ് കൂടുതലും ടീനേജ് പിള്ളേരാണ്. അങ്ങനെ യൂത്തും ടീനേജും ആണ് കൂടുതലും വരുന്നത്. അതായത് ക്ലാസ്സിന് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നവർ നമ്മളോട് പറയുന്ന ഒരു കാര്യം, ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാം ഉണ്ട്, എവറിത്തിങ് എല്ലാം ഉണ്ട്. അവർക്ക് എന്താണ് വേണ്ടത് എല്ലാം കുട്ടികൾക്കുണ്ട്. ചോദിക്കുന്നത് എന്തെങ്കിലും സ്പോട്ടിൽ കൊടുക്കാനായിട്ട് പേരൻസ് റെഡിയാണ്. ഒരു തരത്തിലുള്ള വെല്ലുവിളികൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊന്നും അവര് അറിയണില്ല. അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടി അറിയിക്കാൻ പേരൻസ് ശ്രമിക്കുന്നില്ല. അതെ, തീർച്ചയായിട്ടും അതെ. അപ്പൊ അതുകൊണ്ട് അവർക്ക് ചെറിയൊരു എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ തന്നെ അവർക്കത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മെന്റൽ പവർ ഇല്ല അവർക്ക്. അവർ പെട്ടെന്ന് ഡൗൺ ആയി പോവാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ വെല്ലുവിളികളൊക്കെ ഒന്ന് നേരിടാൻ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, അവരെ പ്രിപ്പയർ ചെയ്യാന്നുള്ള ഒരു രീതിയിലാണ് നമ്മളൊക്കെ ഒരു വിളിക്കുന്നത്. അല്ല, ഈ കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇന്ററാക്ഷൻ സെക്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ഈ കൂടുതലും കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം എന്താണ്, ഈ ടീനേജ് എന്റെ വീട്ടിലൊരാളുണ്ടേ, അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് എന്ത് കാറ്റഗറി ആണെന്ന് അറിയാനൊക്കെയാ. അത് നമുക്കങ്ങനെ കോമൺ ആയിട്ടൊരു ക്വസ്റ്റ്യൻ അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല, കൂടുതലും നമ്മളിങ്ങനെ പല ടൈമിലും പല ടൈപ്പ് ഓഫ് സബ്ജക്റ്റിൽ അങ്ങനെയൊക്കെ ആയിരിക്കും കുട്ടികൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈപ്പിലോ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ കൂടുതലായിട്ടും ഞാൻ എങ്ങനെ എൻ്റെ ആ ഒരു സ്റ്റേജിൽ ഞാൻ എങ്ങനെ അത് ഓവർകം ചെയ്തു എന്നുള്ളതാണ് ഞാൻ പൊതുവെ നേരിടാറുള്ളൊരു ക്വസ്റ്റ്യൻ. കാരണം അവർക്കറിയില്ല, ആ ഒരു സ്റ്റേജിൽ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചാണല്ലോ അവർക്കൊരു ഈ ഒരു ടീനേജ് എന്ന് പറയുന്നൊരു കൺഫ്യൂസിങ് സ്റ്റേജ് ആണല്ലോ. അപ്പോൾ അതാണ് കൂടുതൽ എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. പിന്നെ ഓരോ ഓഡിയൻസും പല പല രീതിയിലാണ് നമ്മളടുത്ത് റിയാക്ട് ചെയ്യുന്നത്. പിന്നെ എന്തായാലും ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചും കൂടെ ആക്റ്റീവാണ്, എല്ലാ കാര്യത്തിലും കുറച്ചുകൂടെ ഓപ്പൺ ആണ്. നമുക്കപ്പോൾ കുറച്ചുകൂടെ ക്ലാസ് എടുക്കുമ്പോൾ അവർ കുറച്ചുകൂടെ നമ്മുടെ അടുത്ത് രസമാണ്, നമ്മുടെ അടുത്ത് കുറച്ചുകൂടെ നമുക്ക് അവിടെ നിന്നും പഠിക്കാനായിട്ട് ഒരുപാടുണ്ട്. അഞ്ജന ഇത്ര നേരം സംസാരിച്ചപ്പോഴേ അഞ്ജനയുടെ വോയിസ് എന്താ നല്ല രസം പറയുമ്പോൾ കേൾക്കാൻ. താങ്ക് യു. RJ അങ്ങനത്തെ ഉള്ള പരിപാടികളൊക്കെ നോക്കിയോ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ മീൻസ് ഡബ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തൂടെ? കോൺസെൻട്രേറ്റ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പക്ഷേ വേണമെങ്കിൽ ട്രൈ ചെയ്യാം, നല്ലതാ, ട്രൈ ചെയ്തോളൂ, കിട്ടും. പക്ഷെ അതിന് പിന്നിലൊരു വലിയ സ്റ്റോറി ഉണ്ട് കേട്ടോ. എൻ്റെ വോയിസിൽ ഞാൻ ഒട്ടും കോൺഫിഡൻ്റ് അല്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് എൻ്റെ ബോഡിയുടെ കാര്യത്തിലുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെക്കാളും വലുതായിരുന്നു എൻ്റെ വോയിസിൻ്റെ കാര്യത്തിലുള്ള എൻ്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അതിനെന്താ കാര്യം? അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ സൗണ്ട് സാധാരണ പെൺകുട്ടികളുടെ സൗണ്ട് എന്നൊക്കെ പറയുന്നത് നല്ല സ്വീറ്റ് സൗണ്ട് ആയിരിക്കുമല്ല. ഞാനങ്ങനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് പൊതുവെ അങ്ങനെയാണ്, നല്ല പോലെ പാട്ട് പാടുന്നത്. അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെ സൗണ്ട് നല്ല മധുരമായ സ്വീറ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സൗണ്ട് ആയിരിക്കും. അപ്പൊ ഞാൻ മാത്രം ഒബ്സർവ് ചെയ്യുമ്പോൾ എൻ്റെ മാത്രം സൗണ്ട് ഉള്ളൂ ഒരു തരത്തിലും, അതായത് രണ്ട് ഗണത്തിലും പെടൂല, ബോയ്സിന്റെ ഗണത്തിലും പെടൂല, ഗേൾസിന്റെ ഗണത്തിലും പെടാത്ത ഒരു ശബ്ദമായിട്ടാണ് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത്, എൻ്റെ ശബ്ദം. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒട്ടും കോൺഫിഡൻ്റ് അല്ലായിരുന്നു. ഞാൻ വോയിസ് മെസ്സേജ് ഒന്നും അയക്കുകയില്ല, എൻ്റെ കൂട്ടുകാർക്കൊന്നും അയക്കുകയില്ല. അപ്പോൾ ഇപ്പോൾ ഈ പേജൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ ഏറ്റവും അടുപ്പമുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി, നീ പണ്ട് വോയിസ് മെസ്സേജ് പോലും അയക്കാതിരുന്നവളല്ലേ ഇപ്പൊ വീഡിയോ വ്ലോഗ് ചെയ്യുന്നതെന്ന്. അത് ഭയങ്കര ഒരു ചേഞ്ച് ആണ്. ഇപ്പോൾ നമുക്ക് ഈ പേജ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് പറയാനും തുടങ്ങി നല്ല വോയിസ് ആണെന്ന്. അപ്പോഴാണ് എനിക്ക് തന്നെ ഒന്ന് തോന്നാൻ തുടങ്ങിയത് കുഴപ്പമില്ല, അതെ, പുതിയ ഡബിങ് ആർട്ടിസ്റ്റ് ജനിച്ചിരിക്കുന്നു. അതെ, നമുക്ക് നോക്കാം, വേണമെങ്കിലും നോക്കാം. അപ്പൊ ഈ തൂവാലയുടെ ഷോർട്ട് സീരീസ് ഇല്ലേ, അപ്പൊ അതിന് ഓൺ വോയിസ് ആയിരുന്നു? അതിന് ഓൺ വോയിസ് ആയിരുന്നു. അത് ഞാൻ സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് തന്നെ വോയിസ് ചെയ്ത് കൊടുത്തത്. പക്ഷെ ഈ പറഞ്ഞ ഫസ്റ്റ് വീട്ടിലിരുന്ന്. അപ്പൊ ഡബിംഗ് ബൂത്തിൽ അങ്ങനെയൊന്നും പോയിട്ടില്ല? അതല്ലാതെ വേറൊരു പ്രോഗ്രാമിന് വേണ്ടി പോയിട്ടുണ്ട്. ഗുഡ്നസ് ചാനലിന്റെ ഒരു ഇതുപോലെ തന്നെ നമ്മളൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ ഈ സ്റ്റുഡിയോയിലേ ഈ ഡബിങ്ങും അതും ഇതൊക്കെ ഉള്ളതാ. അപ്പൊ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ? നോക്കാം.
എല്ലാ പരിപാടിയും ഉള്ളത് ട്രൈ ചെയ്യാം. ഒന്നും വേണ്ടെന്ന് വെക്കണ്ടല്ലോ. അതെ അതെ, ചാൻസസ് വരുമ്പോഴത്തേക്ക് എവിടെയാണ് എന്താണ് ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ. പിന്നല്ല, നമുക്ക് ഇപ്പൊ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം, പറയാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ സക്സസ് ആയാലോ നോക്കാം. റീലിൽ പിന്നെ ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി പരത്തുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിൽ. എങ്ങനെയാണ് കുക്കിംഗ് ഒക്കെ വീട്ടില് സ്വന്തമായിട്ട് തന്നെ? കുക്കിംഗ് ഞാൻ ചെയ്യും, അമ്മയുണ്ട്. എങ്കിലും ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്യാത്തതായിട്ടൊന്നും ഇല്ല. എല്ലാ കാര്യങ്ങളും കട്ട് ചെയ്യും, കുക്ക് ചെയ്യും, ചപ്പാത്തി ഉണ്ടാകും, ചപ്പാത്തി കുഴച്ച് പരത്തി ചുട്ട് എല്ലാ കാര്യങ്ങളും ഡെയിലി 10-24 ചപ്പാത്തി ഡെയിലി ഉണ്ടാക്കാറുണ്ട്. 24 ചപ്പാത്തിയോ? എത്ര പേർക്ക്? 6 പേർക്ക്. കണക്കിൽ ഞാൻ വീക്കാണ്. അത് ഭക്ഷണത്തിനകത്ത് കണക്ക് ചോദിക്കത്തില്ല. അപ്പം ചപ്പാത്തി ഉണ്ടാക്കും, ഈ പറയുന്ന പോലെ കുക്കിംഗ് എല്ലാം ചെയ്യും. അത് ഈസിയാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും അങ്ങനെ എന്തായിട്ടുള്ള ഒരു പരിപാടി ഇല്ല. അല്ല, എനിക്ക് എന്ത് കാര്യവും ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ ക്ലീനിങ് ആണെങ്കിലും എൻജോയ് ചെയ്ത് ഭംഗിയായിട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എംബ്രോയിഡറി ആണെങ്കിലും സ്റ്റിച്ചിങ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ചെയ്യുന്നത് എൻജോയ് ചെയ്ത് ചെയ്യാൻ. ഇപ്പൊ വെറുതെ ഇരിക്കുന്നതാണെങ്കിലും അത് ഞാൻ എൻജോയ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ വൺ ഹാൻഡ് എംബ്രോയിഡറി എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് ആകട്ടെ, നല്ല ശബ്ദത്തിനുടമയായ അഞ്ജന ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആകട്ടെ, അതിന് നിമിത്തമായി ഞങ്ങളുടെ സ്റ്റുഡിയോ തന്നെ പോട്ടെ. അതെ അതെ, അങ്ങനെ തന്നെ സംഭവിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കുട്ടികളിൽ ഒരു ലൈഫിൽ അവരുടെ ഒരു മാതൃകയായിട്ട്, ഒരു മോട്ടിവേറ്റർ ആയിട്ട് അഞ്ജന മാറട്ടെ, ഒരുപാട് കുട്ടികൾക്ക് വെളിച്ചമാകട്ടെ. അപ്പം ഒരുപാട് സന്തോഷം ഇത്രയും നേരം നമ്മളുടെ കൂടെ കൂടിയതിന്. താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരു അവസരം തന്നതിന്, ഇത്രയും സംസാരിക്കാൻ, ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ശ്രമിക്കാൻ ഒക്കെ ഒരു മനസ്സ്. താങ്ക് യു.